എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാം എന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വചനം വായിച്ച് അതിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. ദൈവം നമ്മോട് ഇടപെടുവാൻ, ദൈവം നമ്മോട് സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് ദൈവം ശക്തിയായി ഇടപെടുവാൻ തൊക്കോണം പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായി ഒരു വാക്യം വായിക്കാനായി ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസിൻ്റെ 7-ാം അധ്യായം 2-ാം വാക്യം തൊട്ടാണ് വായിക്കുന്നത്. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിരിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നിനക്ക് അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. മത്തായി 8:5 ഈ ഭാഗം പറയുന്നുണ്ട്. നമുക്ക് ഈ വചനത്തിൽ നിന്നും അല്പനേരം ചിന്തിക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടെ ഒരു ശതാധിപനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അവൻ്റെ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായ അവസ്ഥയിലായിരിക്കും. അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയക്കുകയാണ്. അവൻ യേശുവിനോട് വിവരം പറയും, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. കാരണം പറഞ്ഞത്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു. അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അവൻ യഹൂദന്മാരോട് സ്നേഹമുള്ളവനാണ്, ദൈവിക കാര്യങ്ങൾ താല്പര്യമുള്ളവനാണ്, തൻ്റെ ധനം പള്ളിക്കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഒട്ടും മടിയില്ലാത്തവനെന്ന് നാം മനസ്സിലാക്കുന്നു. അവിടെ യഹൂദന്മാരുടെ മൂപ്പന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ശതാധിപന് വേണ്ടി ഒരു വലിയ റെക്കമെൻഡേഷൻ നടത്തുകയാണ്. ശതാധിപൻ എന്ന് പറയുമ്പോൾ വലിയ അധികാരമുള്ള മനുഷ്യൻ, തൻ്റെ കീഴിൽ പടയാളികളുണ്ട്, സമൂഹത്തിന് വളരെ മാന്യതയുള്ള മനുഷ്യൻ. അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് അവൻ തൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് ഉറച്ചു വിശ്വസിക്കും. ബാല്യക്കാരനെ പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവിടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ ജീവൻ്റെ വിലയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു സാധാരണക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് യാചിക്കുകയാണ്. യഹൂദന്മാർ യേശുവിനോട് പറയാൻ കാര്യം, അവൻ അവർക്ക് പള്ളി പണിഞ്ഞു കൊടുത്ത മനുഷ്യൻ, ഒരുപാട് സഹായങ്ങൾ ചെയ്ത മനുഷ്യൻ, അവരോട് വലിയ താല്പര്യമുള്ളവൻ. അതുകൊണ്ടാണ് യഹൂദന്മാർ റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും അവർ നോക്കിയില്ല. അവൻ എത്രമാത്രം ദൈവവുമായി ബന്ധപ്പെട്ട മനുഷ്യനാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് പള്ളി പണിഞ്ഞു കൊടുത്തു, അതുകൊണ്ട് നല്ല മനുഷ്യനെന്ന് അവർ മനസ്സിലാക്കി. ഇന്ന് ഇങ്ങനെയുള്ള വിശ്വാസികൾ ധാരാളം പേരുണ്ട്. അവർ പള്ളി പണിയാൻ ഉത്സാഹം കാണിക്കും, പള്ളി കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കും, നേതൃത്വം നടത്താൻ ഉത്സാഹമുള്ളവൻ. ദൈവവുമായി എത്രമാത്രം ബന്ധം ഇവർക്കുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കുവാനും കഴിയത്തില്ല. പള്ളിക്കാര്യങ്ങളിൽ എപ്പോഴും മുന്നോട്ട് എന്ത് സഹായം ചെയ്യാനും താല്പര്യമുള്ളവൻ. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ, ദൈവത്തിൽ വിശ്വാസമുള്ള അയാൾ സ്വയം മനസ്സിലാക്കുന്നു, യേശുവിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനാണോ? ജനം നമ്മളെ സമ്മതിച്ചെന്ന് വരാം, ഇവൻ യോഗ്യൻ, ഇവൻ ദൈവത്തിന് കൊള്ളാവുന്നവൻ. എന്നാൽ നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്? ശരിയായിട്ടാണോ നമ്മുടെ ആത്മീയ ബന്ധം, അതോ മറ്റുള്ളവരെ കാണിക്കാനുള്ള ബന്ധപ്പാടിലാണോ? ഓരോ വിശ്വാസിയും സ്വയം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
നമ്മൾ യോഗ്യരാണോ? ദൈവിക കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച് പോകുന്നവരാണോ? ഇല്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പ്രയാസമാണ്. ഇവിടെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാം. ദൈവം നിന്നെ പുറമേയല്ല, നിൻ്റെ ഹൃദയത്തെ നോക്കുന്നു, നിൻ്റെ ഹൃദയ വിചാരങ്ങളെ കാണുന്നു. 7:6 യേശു അവരോട് കൂടെ പോയി. വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, നീ പ്രയാസപ്പെടേണ്ട. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശതാധിപൻ സ്വയം മനസ്സിലാക്കിയ വ്യക്തി. തൻ്റെ പാവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അവൻ എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അതിൽ പല വിഷയങ്ങൾ കാണാം. ശരിയായ മനസ്സാന്തരം അവനോ അവൻ്റെ കുടുംബത്തിലുള്ളവർക്കോ വന്നിട്ടില്ലാത്തവരായിരിക്കാം. ചിലപ്പോൾ ഒരു കുറവുമില്ലാത്തവനും ഭക്തനുമായിരിക്കാം. എന്നാൽ അവൻ ദൈവത്തിന് മുമ്പിൽ താഴുകയാണ്, ഞാൻ ഒന്നിനും യോഗ്യനല്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവൻ സ്വയം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം ആരെന്നും ഞാൻ ആരെന്നും അവൻ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കും. ആത്മീയ ജീവിതത്തിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയണം. 10 കന്യകമാരുടെ കാര്യം വേദപുസ്തകത്തിൽ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. അവർ 10 പേരും യോഗ്യത ഉള്ളവരായിരുന്നു. അവർ മണവാളൻ വരുമ്പോൾ കൂടെ പോകുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അതിൽ 5 പേർക്ക് അവർ അയോഗ്യത മനസ്സിലാക്കുവാൻ താമസം നേരിട്ടു. മണവാളൻ വന്ന് 5 പേരെ സ്വീകരിച്ചു. കഥ കടച്ച് ബാക്കി 5 പേർ വെളിയിലായിപ്പോയി. അവരുടെ കുറവുകൾ അവർക്ക് മനസ്സിലാക്കുവാൻ താമസിച്ചു പോയി. അവർക്ക് മണവാളിൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് നല്ലതുപോലെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ നിരാശരായി തകർന്നു പോകാനിടയാണ്. മത്തായി 19:16 അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഓരോ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. എല്ലാ കൽപ്പനകളും കർത്താവ് അവനോട് പറഞ്ഞു. അവൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയൊക്കെ, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോകുന്നു, ഇനി കുറവുള്ള എന്ത് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സൽഗുണപൂർണ്ണൻ ആകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യൗവനക്കാരൻ ഈ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ഭൂമിയിൽ സമ്പത്തിനെ സ്നേഹിച്ചാൽ സ്വർഗരാജ്യത്തിൽ സമ്പത്തിനെ നേടാൻ കഴിയില്ല. ഒരു മനുഷ്യനെ ദൈവം സ്വർഗരാജ്യത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ട് പോലുമില്ല. അത് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയുവാൻ പറ്റുകയുള്ളൂ. അതിനെന്തുമാത്രം വിലയുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ആ യൗവനക്കാരൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അവന് സ്വർഗരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാനോ തെറ്റുകൾ തിരുത്തുവാനോ അവന് പറ്റുകയില്ല. അതുകൊണ്ട് അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. മനുഷ്യനും പലതും പിന്മാറിപ്പോകുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനോ കുറവുകൾ പരിഹരിക്കാനോ കഴിയാതെ പിന്തള്ളിപ്പോകുന്നു. ലോകത്തിലെ വലിയ ധനവാന്മാരായ, ഇന്ത്യയിൽ ഒക്കെ ധനവാന്മാരുണ്ടല്ലോ, അംബാനി, അദാനി, ദൈവം നേരിട്ട് വന്നവരുടെ കുറവുകളെപ്പറ്റി പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവർക്ക് സ്വർഗരാജ്യത്തിനേക്കാൾ വലുത് അവരുടെ ധനവും സമ്പത്തുമാണ്. ലൂക്കോസ് 18:9 തങ്ങൾ സ്വയം നീതിമാന്മാരെന്ന് വിശ്വസിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെക്കുറിച്ച് ഒരു ഉപമ കർത്താവ് പറയുന്നു. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായവർക്ക് ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പാതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരുത്തൻ സ്വയം നീതീകരിച്ചുകൊണ്ട് ഞാൻ യോഗ്യനെന്ന് കരുതി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വയം നീതീകരിച്ചുകൊണ്ട് നടക്കരുത്. താൻ മിടുക്കനാണെന്ന് കർത്താവിന് മുമ്പിൽ ഉയർത്തിക്കാട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. തന്നെയുമല്ല, അവനൊരു നീതീകരണവും ദൈവത്തിൽ നിന്നും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് ദൈവസനിൽ താൻ മിടുക്കനാണ്, കേമനാണെന്ന് ചിന്തിച്ച് ദൈവസനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് പകരം അതിന് അനുഗ്രഹത്തിന് പകരം ശാപം മേടിച്ചു കൊണ്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. കർത്താവ് ശതാധിപനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കും. എന്നാൽ ശതാധിപൻ പറഞ്ഞു, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ.
അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാനും യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ നിൻ്റെ ബാലികാന് സൗഖ്യം വരും. അവൻ അവിടെ താഴുന്നു. നീ എൻ്റെ ഭവനത്തിൽ വരുവാനോ ഞങ്ങളെ കാണുവാനോ ഞങ്ങൾ യോഗ്യരല്ല. എന്നാൽ നിൻ്റെ വാക്കിന് വിലയുണ്ട്. നീ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതെനിക്കറിയാം. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ പാപികളാണെങ്കിലും നിൻ്റെ വാക്കിന് വലിയ വിലയാണ്. ഞങ്ങളുടെ ബാല്യക്കാരൻ സൗഖ്യമാകും. അവൻ പിന്നെയും പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകുകയെന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരികയെന്ന് പറഞ്ഞാൽ വരും. ഞാൻ എൻ്റെ ദാസന്മാരെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ അധികാരമുള്ളവനാണ്. എങ്കിലും നിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. അവിടെ അവൻ സ്വയം മനസ്സിലാക്കുന്നു, എനിക്ക് അധികാരമുണ്ടെങ്കിൽ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം സർവ്വ അധികാരങ്ങളും നിനക്ക് നൽകിയിരിക്കുന്നു. നിനക്ക് എന്തും ചെയ്യാൻ കഴിയും. നീ സർവശക്തനാണ്, നീ ദൈവമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ സ്വയം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നു. ലൂക്കോസ് 3:15 ജനം കാത്തുനിന്നു. അവിടെ യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. ലൂക്കോസ് 3:15 ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. കർത്താവിൻ്റെ വഴി ഒരുക്കുവാൻ, അവനെപ്പറ്റി ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അയച്ച യോഹന്നാൻ സ്നാപകനാണ് ഇത് പറയുന്നത്. എനിക്ക് അവൻ്റെ ചെരുപ്പിൽ തൊടാൻ പോലും യോഗ്യതയില്ല എന്ന് യേശുവിന് സർവ്വ ബഹുമാനവും ആദരവും ദൈവപുത്രൻ അവിടെ അർപ്പിക്കുകയാണ്. അപ്പോൾ യേശു ആരാണ്? വെറും മനുഷ്യരായ നാം ഈ ദൈവപുത്രനെ മുമ്പിൽ നിൽക്കാൻ എന്തുമാത്രം യോഗ്യതയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ യോഗ്യത അത് ദൈവമായുള്ള ബന്ധത്തിൽ നല്ല ബോധമുള്ളവരായിരിക്കണം. നമ്മൾക്ക് അവൻ്റെ മുമ്പിൽ താഴ്മ വേണം. അവൻ്റെ കാൽപാദങ്ങളിൽ തൊടുവാൻ യോഗ്യത ഉണ്ടോ? അവൻ്റെ കാൽക്കൽ വീണ അതിന് എനിക്ക് യോഗ്യതയില്ല കർത്താവേ എന്നെ അതിന് യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ അപേക്ഷകൾ ദൈവം കേൾക്കുകയുള്ളൂ. ശതാധിപൻ്റെ വാക്കുകൾ കേട്ട് യേശു കർത്താവ് ആശ്ചര്യപ്പെട്ടു. ഇത്രയും താഴ്മ, എത്ര വലിയ അധികാരമുള്ള മനുഷ്യൻ എത്രമാത്രം താഴേക്ക് വന്നിരിക്കുന്നു. അവൻ സ്വയം മനസ്സിലാക്കുക, ഇത്രയും വലിയ ദൈവത്തിന് മുമ്പ് നിൽപ്പാൻ ഞാൻ യോഗ്യനല്ല. നമ്മൾ വിശ്വാസികൾ ഓരോരുത്തരും ഈ അവസ്ഥയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് കരുണ ഉണ്ടാകുകയുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നു. യേശു അത് കേട്ടിട്ട് അവൻ്റെ വാക്കുകൾ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ അയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ താഴ്മ, സമർപ്പണം എന്നാണ് നമ്മുടെ അയോഗ്യതകൾ. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുക. ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും നമ്മൾ താഴ്മയോടും സ്നേഹത്തോടും പെരുമാറണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ പ്രാർത്ഥന കേൾക്കുവാനോ നമ്മൾ പ്രസാദിക്കാനോ ദൈവത്തിന് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ യോഗ്യത മനസ്സിലായിക്കൊണ്ട് ഞാൻ മിടുക്കനായ യോഗ്യനാണെന്ന് കരുതി ദൈവസന്നിധിയിൽ ഇരിക്കാതെ, കർത്താവേ ഞാൻ യോഗ്യനല്ല, എന്നെ യോഗ്യനാക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.